നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ അതോ അപ്രതീക്ഷിതമായിട്ട് നടന്നതാണോ എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഗായൽ സ്റ്റാറയെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ വേർപിരിയുന്നു, അതാണല്ലോ ഒരു ടേം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ സീസൺ 12 മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത് 11 പോയിൻ്റാണ് ആകെയുള്ളത്. 3 വിജയം 7 പരാജയം 2 സമനില. എങ്ങനെയാണ് പോക്ക്? അങ്ങനെ 10ാം സ്ഥാനത്താണ് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ മിഗായൽ സ്റ്റാറെ എറ കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അസിസ്റ്റൻറ്റ് കോച്ചുമാരെ കൂടി അല്ലെങ്കിൽ അവരുമായിട്ടും വേർപിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം വെസ്ട്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റൻറ്റ് കോച്ചും അതുപോലെ തന്നെ ഫെഡറിക്കോ മൊറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം സെറ്റ് പീസ് കോച്ച് എന്ന നിലയിൽ അനൗൺസ് ചെയ്ത് പിന്നെ പുള്ളി തന്നെ എന്തോ പറഞ്ഞെന്ന് പറയുന്നു, പുള്ളി സെറ്റ് പീസ് കോച്ച് അല്ല അനലിസ്റ്റ് ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ. എന്താണെങ്കിലും അവരൊക്കെ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇനി ഇൻ്ററിംഗ് കോച്ച് എന്ന നിലയിലുണ്ടാകുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് സൈഡിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള തോമസ് തോഷ് ആയിരിക്കും. TG പുരുഷോത്തമൻ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട ഒരു കാര്യം. എന്താണെങ്കിലും ഈ ഒരു കഴിഞ്ഞ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഒരു സ്ക്വാഡിൽ എന്നുള്ളത്. പിന്നീട് നമ്മൾ നിരന്തരം അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുമുള്ളത്. സോ ഒരു ഗ്രൂപ്പിൽ, ഞാനുള്ളൊരു ഗ്രൂപ്പിൽ നമ്മൾ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ മരിയോ ലെമോസ് എന്ന് പറഞ്ഞിട്ട് ഫോസ കൊച്ചിയുടെ കോച്ചിനെ അനൗൺസ് ചെയ്ത സമയത്ത് ഇതായിരിക്കുമോ നമ്മളുടെ ജനുവരിയിലെ കോച്ച് എന്നൊക്കെയുള്ള അന്നൊരു തമാശയായിട്ട് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ അതൊരു ഫണ്ണി ടോക്കിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഡിസംബർ ഒരു 3rd വീക്കിലേക്ക് വരുന്നൊരു സമയത്ത് മിഗായൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വേർപിരിയുന്നു എന്നുള്ളതാണ് കാര്യം. എന്താണെങ്കിലും മെജോറിറ്റി ഫാൻസ് അത്ര ഹാപ്പി ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സ്റ്റാറെ ഔട്ടൊന്നും വിളിച്ച് തുടങ്ങിയൊരു സാഹചര്യം പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പ്രതിഷേധങ്ങൾ, സോ അതിൻ്റെ ഒരു പ്രഷറിലാണോ ഔട്ടാക്കിയത് എന്നുള്ളത് അറിയത്തില്ല. എനിവേ നമുക്കറിയാമല്ലോ എന്തിനാണ് നമ്മുടെ ഫാൻസ് പ്രതിഷേധിച്ചത്, അതിൻ്റെ മൂലകാരണം എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും, ഫാൻസിനൊക്കെ അടക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മാച്ചസിൽ 11 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗെയിം ഒരു 1 പോയിൻ്റ് പെർ ഗെയിം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കോച്ചിനെ സാക്ക് ചെയ്യുന്നതിൽ തെറ്റ് പറയാനില്ല. പക്ഷേ എന്താണ് മെയിൻ കാരണം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ ഉള്ളൊരു സ്ക്വാഡ് വെച്ചിട്ട് നോക്കുവാണെങ്കിലും നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഞാൻ പറയുന്നത് അങ്ങ് ടോപ്പ് ലെവലിലൊന്നല്ല, കുറച്ചും കൂടി ഒരു 2ഓ 3ഓ സ്ഥാനമെങ്കിലും മുകളിൽ വേണം ഡിസേർവ് ചെയ്തതിന്. പിന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് നമുക്ക് ഈ ഒരു സീസണിൽ ഒരു വലിയ വിനയായിട്ട് മാറിയിട്ടുണ്ട്. ഗോൾ കീപ്പർ സൈഡിൽ നിന്നും ഡിഫെൻസീവ് സൈഡിൽ നിന്നും വരുന്ന മിസ്റ്റേക്സ് ഒക്കെ ഒരു സ്ഥിരം പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിരന്തരം പല കാരണങ്ങൾ കൊണ്ട് തോൽക്കുന്ന സമയത്ത് ചില കോച്ചസിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളതൊരു ഫാക്റ്റാണ്. അതിനിപ്പം മിഗായൽ സ്റ്റാറെ എന്നുള്ളതല്ല, ഇപ്പം സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ അവസ്ഥ തന്നെ എടുക്കുക. പുള്ളിയുടെ അവസ്ഥയും ഒരു മെൻ്റലി ഡൗൺ ആയി പോകുന്ന സാഹചര്യം സിറ്റിയുടെ നിലവിലെ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് വന്നില്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ എത്ര മികച്ച കോച്ചാണെങ്കിലും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. സോ ഗൈസ്, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള മിഗായൽ സ്റ്റാറെ പുറത്താക്കുന്നു. എന്താണെങ്കിലും ഫാൻസിന് അറിയാം എന്താണ് റിയൽ പ്രോബ്ലം എന്നുള്ളത്. അത് മാറ്റാതെ ഈ കോച്ചസിനെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലൂപ്പിൽ തന്നെ പെട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഒരു കണ്ണിൽ പൊടിയിടൽ പരിപാടി അല്ലാണ്ട് ജനുവരിയിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് കൂടി ഉള്ളത് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാം. അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫ് എങ്കിലും കളിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും കിട്ടും. അതർവൈസ് ഗൈസ്, നോ ഐഡിയ. നമുക്ക് കാത്തിരുന്ന് കാണാം.